ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷുദിന ആശംസകൾ കേട്ടോ. ഞാനിത് അമ്പലത്തിൽ പോയി വന്നതിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ തലേന്ന് കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പടക്കം പൊട്ടിക്കലും ആഘോഷങ്ങളൊക്കെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏട്ടൻ ഒരുപാട് സാധനങ്ങൾ പാലക്കാട് നിന്ന് ബൾക്കിയായിട്ട് വാങ്ങിക്കൊണ്ടുവരിക ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതുവരെ കാണാത്തതും അറിയാത്തതുമായ പലതരം പടക്കങ്ങളും പൊട്ടുന്നതും ചീറ്റുന്നതുമായ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ വിഷു ഞങ്ങൾ എന്താണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു. എല്ലാവരുടെയും വിഷു എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് പടക്കങ്ങൾ കണ്ടിട്ടുള്ളവരും ഇഷ്ടമുള്ളവരും എന്താണെങ്കിലും എൻ്റെ വീഡിയോസും കാര്യങ്ങളും ലൈക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് രാത്രി ഞങ്ങൾ നേരത്തെ കടന്നു. രാവിലെ നേരത്തെ വിഷുക്കണി കാണുന്നത് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ആക്ച്വലി ഇതാണ് ഞങ്ങളുടെ വിഷുക്കണി. അപ്പോൾ രാവിലെ നേരത്താണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം ഞങ്ങൾ കൈനീട്ടം കൊടുക്കാൻ തുടങ്ങി. ഏട്ടനാണ് ആദ്യം കൊടുത്തു തുടങ്ങിയത്. അച്ഛൻ വീട്ടിലുണ്ടായിരുന്നില്ല, അമ്പലത്തിൽ പോയിട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മയ്ക്കും എനിക്കും കുട്ടിക്കും ഒക്കെ തന്നു, അമ്മയും ഞങ്ങൾക്കൊക്കെ തന്നു. അതേപോലെ അച്ഛൻ വന്നതിന് ശേഷം അച്ഛനും ഞങ്ങൾ കൊടുത്തു. അച്ഛൻ ഞങ്ങൾക്കും എല്ലാവർക്കും വിഷു കൈനീട്ടം തന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇന്നലെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഇന്നലെ കൊടുത്ത് കഴിഞ്ഞു എല്ലാവർക്കും. ഇന്ന് ഞാനിനി പോണില്ല, കാരണം കുറച്ച് ദിവസം അവിടെ ആയിരുന്നല്ലോ. അപ്പോൾ ഇനി നെക്സ്റ്റ് മന്ത് പോവാച്ചിട്ടാണ്. അങ്ങനെ ഏട്ടൻ കൈനീട്ടം തരുമ്പോൾ ഏട്ടൻ്റെ കാല് തൊട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല ഗൈസ്. നിങ്ങൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ കുട്ടി ഇതേപോലെ നമുക്ക് കാല് തൊടുമ്പോൾ ഭയങ്കര എന്തോ ഒരു ഫീൽ മൊമെൻ്റ് ആയിരുന്നു. അത് അനുഭവിച്ചിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. നമ്മളുടെ കുഞ്ഞു മക്കൾ നമ്മളുടെ കാല് തൊട്ട് ഇങ്ങനെ അനുഗ്രഹം മേടിക്കുക എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു കാര്യമാണത്. അങ്ങനെ അച്ഛൻ വന്ന് അച്ഛനും എല്ലാവർക്കും കൈനീട്ടൊക്കെ തന്നു. രാവിലെയും കുറച്ചിങ്ങനെ പടക്കം പൊട്ടിക്കലും ചീറ്റലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൽ പോയി വന്നതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പുട്ടും ഇഷ്ടമായിരുന്നു കേട്ടോ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ചോറിനുള്ള സാധനങ്ങളൊക്കെ, അതായത് കറിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതിന് മുന്നേ എടുത്ത വീഡിയോ ആണിത്. അങ്ങനെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും സൈഡായി. നമ്മളൊരു 9:30-10 മണിയാകുമ്പോഴേക്കും നമ്മളുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടി ഉറങ്ങി. ഒരു 12 മണിയായപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനിരിക്കുന്ന ഇതിലായി കേട്ടോ. ഇവിടെ നമ്മളിങ്ങനെ ഈ ചക്ക വറവൽ വറുത്തത് എന്നൊക്കെ പറയും. ആ സാധനമൊക്കെ നമ്മൾ ചോറിൻ്റെ കൂടെ വെക്കും. ഈ ഭാഗത്ത് വരുന്നൊരു കാര്യമാണ് കേട്ടോ. എൻ്റെ വീട്ടിലൊന്നും ഇങ്ങനത്തത് ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ചക്ക വറുത്തത്, അച്ചാറ്, ഉപ്പേരി, ഓലൻ, അവിയൽ, സാമ്പാർ, ചോറ്, പപ്പടം, ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങളുടെ സദ്യയ്ക്ക് ഉണ്ടായിരുന്നത്. പിന്നെ പായസം, പാലട പായസമായിരുന്നു. അത് നമ്മൾ വീട്ടിലുണ്ടാക്കിയതല്ല, നമ്മൾ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈമിന് അവർ എത്തിക്കും. അത് രാവിലെ എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എന്തെങ്കിലും പ്രത്യേക ദിവസമാണെങ്കിലും അല്ലെങ്കിലും നോർമലി എല്ലാവരും ഒരുമിച്ച് തന്നെ കഴിക്കുക. ഇന്നിപ്പോൾ എല്ലാവരും ഒരുമിച്ച് ആ ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ മേശയുമ്പോൾ തന്നെ ഇരുന്നു. ഇല്ലെങ്കിൽ പലരും പല സ്ഥലങ്ങളിലായിട്ട് നിലത്തും മേശയുമലൊക്കെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇലയിൽ തന്നെ പായസം കാര്യങ്ങളൊക്കെ കഴിക്കട്ടോ ചെയ്യുക. എനിക്കിപ്പോൾ കുറച്ചായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ഇഷ്ടമാണത്, അങ്ങനെ ഇലയിൽ തന്നെ കഴിക്കണം എന്നുള്ളത്. അപ്പോൾ എല്ലാം വിളമ്പതിന് ശേഷം എല്ലാവർക്കും ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു കൊടുത്തു ഞങ്ങളുടെ സദ്യയുടേത്. അച്ഛനാണ് അവിയലും അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അമ്മ ചോറ്, കറി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചു. ഞാൻ ഉപ്പേരി, ഓലൻ, പപ്പടം കാച്ചുക, അങ്ങനത്തെ ഒക്കെ പരിപാടി എൻ്റെത്. ഞങ്ങൾ ഷെയർ ചെയ്തിട്ടാണ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള കുറേ സാധനങ്ങൾ അടുക്കി പെറുക്കി വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് അതിനിടയിൽ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞ് ഞാൻ അതിൽ തന്നെ പായസമൊക്കെ കുടിച്ചു. എന്നിട്ട് പിന്നെ നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കിടന്നു. അത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഉണ്ടായത്. ഇനി ഉച്ചയ്ക്ക് ശേഷം ഇവിടെ തറവാട്ടിൽ തിരുവാതിരക്കളി ഉണ്ട്, ഇവിടുത്തെ മേമ്മമാരുടെയൊക്കെ. അത് കാണാൻ പോകണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് ഡേ കഴിഞ്ഞിട്ട് ഞാൻ ഗൈസ് സൈഡായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിഷു വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.